ആക്കിബ് നബിയെ മാത്രമല്ല വെറ്ററൻ പേസറായ മുഹമ്മദ് ഷമിയെയും പരിഗണിക്കാത്ത കാഴ്ചയാണ് നമ്മൾ സെലക്ഷനിൽ കണ്ടത്. അഫ്ഗാനിസ്ഥാനെതിരായ ഇന്ത്യൻ ടെസ്റ്റ് ഏകദിന ടീമുകളെ പ്രഖ്യാപിച്ചപ്പോൾ വെറ്ററൻ പേസർ അനുഭവസമ്പന്നനായ 2023 ലോകകപ്പ് ഹീറോയായ മുഹമ്മദ് ഷമിയെ ഈ ടീമിലേക്ക് തിരികെ വിളിക്കുമോ എന്നതും ആരാധകർ ഉറ്റുനോക്കിയ സംഭവങ്ങളിലൊന്നായിരുന്നു. എന്നാൽ അദ്ദേഹത്തെയും ഈ രണ്ട് ടീമിലും, ഏകദിന ടീമിലും ടെസ്റ്റ് ടീമിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഷമിയെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നതിന് ചീഫ് സെലക്ടറായ അഗാർക്കർ നൽകിയ ഉത്തരം ഏതാണ്ട് ഇങ്ങനെയായിരുന്നു: തുടർച്ചയായി പരിക്കുകളിൽ നിന്നും ശസ്ത്രക്രിയയിൽ നിന്നും മുക്തനായി ആഭ്യന്തര സീസണിലും IPL-ലും ഷമി സജീവമായി കളിക്കുന്നുണ്ട് എന്നത് ശരി തന്നെ. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഷമിയുടെ ശരീരം വലിയ ഫോർമാറ്റുകളുടെ, അതായത് ടെസ്റ്റ് ഏകദിന മത്സരങ്ങളുടെ വർക്ക് ലോഡ് താങ്ങാൻ പാകത്തിലായിട്ടില്ല എന്നതാണ് മെഡിക്കൽ സംഘം ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ T20 കളിക്കാൻ മാത്രമാണ് പൂർണ്ണ സജ്ജനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ടെസ്റ്റ് മത്സരത്തിനായുള്ള ടീമിൽ അദ്ദേഹത്തെ, ഈ ടീം സെലക്ഷൻ ചർച്ചകളിൽ അദ്ദേഹത്തിൻ്റെ പേര് ഒരിക്കലും വന്നിട്ടേ ഇല്ല എന്നാണ് അഗാർക്കർ ഈ ഷമിയുടെ ഒമിഷനെ കുറിച്ച് പറഞ്ഞത്. ഷമിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഒരു ഇടവേളയ്ക്ക് ശേഷം T20 ലോകകപ്പ് ഇന്ത്യക്ക് സമ്മാനിക്കുന്നതിൽ നിർണായക ബാറ്റിംഗുമായി കളം വാണ നമ്മുടെ സ്വന്തം മലയാളി താരം സഞ്ജു സാംസൺ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടെങ്കിലും സഞ്ജുവിനെയും താഴ്ന്നുള്ള ഒരു ടീമായിരുന്നു കഴിഞ്ഞ ദിനം പ്രഖ്യാപിച്ചത്. ഇഷാൻ കിഷനാണ് സഞ്ജുവിന് പകരം അവസരം ലഭിച്ചത്. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇഷാൻ കിഷൻ ഏകദിന ടീമിൽ തിരിച്ചെത്തുന്നത്. അദ്ദേഹത്തിനാണ് നറുക്കു വീണത്. 3 വർഷം മുമ്പ് തന്നെയാണ് സഞ്ജുവും തന്റെ അവസാന ഏകദിന മത്സരം കളിച്ചത്. അന്ന് ആ ഏകദിന മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സഞ്ജു സെഞ്ചുറി അടിച്ചിരുന്നു. അതിനൊപ്പം ഈ ടീമിലേക്ക് വരികയാണെങ്കിൽ ചില പുതുമുഖങ്ങൾക്ക് രണ്ട് ടീമിലും അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിലും അവസരം ലഭിക്കുമെന്ന് ചിലർ കരുതിയിരുന്നവർ അവഗണിക്കപ്പെടുന്ന രീതിയാണ്. ആ ഒരു രീതിക്കെതിരെയാണ് സെലക്ഷനെതിരെ ഏറ്റവും വലിയ വിമർശനങ്ങൾ ഉയരുന്നത്. ഈ രണ്ട് ടീമുകളെയും പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ടീം നായകനായ ശുഭ്മാൻ ഗിൽ നയിക്കുന്ന IPL ടീമായ ഗുജറാത്ത് ടൈറ്റൻസ് എന്നുള്ളവർക്കാണ് ഈ ടീമിൽ കൂടുതൽ പ്രാധാന്യം ലഭിച്ചിട്ടുള്ളത് എന്ന ആരോപണവും ശക്തമാണ്. അർഹതപ്പെട്ട ചിലരെ തഴഞ്ഞുകൊണ്ടാണ് GT കളിക്കാരെ കുത്തിനിറച്ചുകൊണ്ടുള്ള ഒരു ലോബിയിങ് തന്നെ ഈ ടീമിൽ നടത്തിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെ പ്രഖ്യാപിച്ച ഈ ഇന്ത്യൻ ഏകദിന ടെസ്റ്റ് സ്ക്വാഡുകളെ എടുത്തൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് ടീമിലുമായി ഗുജറാത്ത് ടൈറ്റൻസിന്റെ 7 താരങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത് ഗുജറാത്ത് ലോബി എന്ന് തന്നെ പറയാം. ഇതിൽ ചിലർ നേരത്തെ ഇന്ത്യൻ ടീമിൽ സജീവമാണ് എന്നത് ശരി തന്നെയാണ്. ക്യാപ്റ്റൻ ഗില്ലിന് കൂടാതെ വാഷിംഗ്ടൺ സുന്ദർ, പ്രസിദ്ധ് കൃഷ്ണ, ഗുർനൂർ ബ്രാർ, സായ് സുദർശൻ, മുഹമ്മദ് സിറാജ്, മാനവ് സുഥാർ എന്നിവരാണ് ഈ ടീം ഇന്ത്യയിലെ GT-യിൽ നിന്നുള്ള താരങ്ങൾ. ഇതിൽ മാനവ് സുഥാറും ബ്രാറുമൊന്നും അങ്ങനെ ടീമിൽ ഇടം പിടിക്കാനുള്ള പ്രകടനമൊന്നും നടത്തിയിട്ടില്ല താനും.